ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാർക്ക് 8 വിശേഷണങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ, ആ 8 സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനൊന്ന് പരിശ്രമിച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മൾ ഉൾപ്പെട്ടു എന്നാണ് അതിന് ചുരുക്കം. 8 എണ്ണത്തിൽ അവസാനം പറഞ്ഞ 3 എണ്ണത്തെക്കാളും മനുഷ്യര് ഗൗനിക്കാത്തവയാണ് ആദ്യം പറയുന്ന 5 എണ്ണം. അതുകൊണ്ടാണ് അല്ലാഹു തആല ആ 5 എണ്ണത്തിന് ആദ്യം പറഞ്ഞിട്ട് അതിലും ഗൗരവകരമായ 3 എണ്ണത്തെ അവസാനം പറഞ്ഞു. ആ 3 എണ്ണമേ ഒരു സത്യവിശ്വാസി ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളൂ. ആദ്യം പറയുന്ന 5 എണ്ണത്തെ അത്ര കണ്ട് ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. ഈ 8ഉം പ്രധാനപ്പെട്ടത് തന്നെയാണ്. സൂറത്തുൽ ഫുർഖാനിന്റെ 63 മുതൽക്കുള്ള ആയത്തുകൾ 6 ആയത്തുകളിലൂടെ അള്ളാഹു വിശേഷിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഒന്നാമത്തേത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വഇബാദുർ റഹ്മാൻ, റഹ്മാനായ തമ്പുരാന്റെ ഇഷ്ടദാസന്മാർ. അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അവര് നടന്നു പോകുന്നത് തന്നെ വളരെ വിനയത്തോടുകൂടെയായിരിക്കുമത്രേ. നമ്മൾ അമല് ചെയ്യുമ്പോൾ മാത്രം മുഅ്മിനാവുന്നു എന്ന വിചാരമല്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ സവിശേഷതകളിൽ അള്ളാഹ് കാണുന്ന കാഴ്ചപ്പാട്, വിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട്, അവർ നടന്നു പോകുന്നതിന് പോലും പ്രത്യേകതയുണ്ടത്രേ. ഞാൻ ഓർത്തു പോകുന്നത് ബഹുമാനപ്പെട്ട സുനൻ അബീ ദാവൂദ് എന്ന ഹദീസ് ഗ്രന്ഥം എനിക്ക് ദർസ് നടത്തി തന്ന മഹാനായ ശൈഖുന മർഹൂം എരമംഗലം മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എന്ന മഹാനായ സൂഫി വര്യനെയാണ്. മഹാനവരകൾ നടന്നു പോകുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ ഓർത്തു പോകും. ഒരു നല്ല വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല വാഹനത്തിൽ നിന്ന് വന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാര് നടക്കുന്ന സ്റ്റൈൽ അങ്ങ് മാറും. എന്തൊക്കെയോ ആരൊക്കെയോ അവനെ അല്ലെങ്കിൽ അവളെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ നോക്കി നിൽക്കുന്നവരുടെ കണ്ണുകൾക്ക് വിചിത്രത തോന്നുന്ന വിധത്തിൽ നടത്തത്തിൽ ഒരു പ്രത്യേകത കാണിക്കുന്നവൻ മുഅ്മിനല്ലെന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നഹും യംശൂന ബിസകീനത്തിൻ വതവാദുൻ ലാ ബിഫഖ്രിൻ വഫർഹിൻ വരിയാഇൻ വതജബ്ബുർ. ഞാനാടാ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും നിഅമത്ത് വന്നാൽ പൊന്നേ ഫിർഔനിനെയും കവയ്ക്കുന്ന ഗമയാ തന്നെ. നടക്കുന്ന കണ്ടാൽ തന്നെ പറയും ആരടാ ഇവനാണ് അബൂ ജഹൽ എന്ന് തോന്നും. മാറടാ, അങ്ങനെ തോന്നിപ്പോവും ചിലരുടെ നടത്തം കണ്ടാൽ. ഒരു യഥാർത്ഥ മുഅ്മിൻ നടക്കുന്നത്, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമ നടക്കുന്നത്, ആ ശബ്ദം പോലും അവൻ ചവിട്ടുന്ന മണ്ണ് അറിയില്ല. അത്ര നിശബ്ദമായിരിക്കും, അച്ചടക്കമായിരിക്കും. മഹാനായ ഇമാം ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ കുറിക്കുന്നു, എന്തുകൊണ്ടാ ഒരു സത്യവിശ്വാസി അങ്ങനെ നടക്കുന്നതെന്നറിയുമോ? وذلك لما طالعوا من عظمة الحق وهيبته وشاهدوا من كبريائه وجلاله فخشعت لذلك أرواحهم وخضعت نفوسهم وأبدانهم.
അള്ളാനെ ഓർക്കുമ്പോ, പടച്ചറബിനെ പേടിക്കുമ്പോ അങ്ങനെ നടക്കാൻ കഴിയൂ. പടച്ചോനെ, ഇത് നീ കാണുന്നുണ്ടല്ലോ, ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അല്ലാഹു നീ കാണുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു വിചാരത്തോടുകൂടെ ഒരു സത്യവിശ്വാസിയുടെ നടത്തം പോലും അല്ലാഹു വിലയിരുത്തുന്നത് അങ്ങനെയാ. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട് ഒരു ഹദീസ്, അൽ മുഅ്മിനൂൻ ഹയ്യിനൂന ലയ്യിനൂന കൽ ജമലിൽ ഊഫ് ഇൻ ഖുയ്യിദ ഇൻ ഖാദ വഇന്നുനി ഖസ്തനാഖ അലാ സഖറ മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര മൃദുലമാ, ലളിതമാ, എത്ര സിമ്പിളാ ഒരു മുഅ്മിൻ. ഒരു ജാടയില്ല. ഏതുപോലെ ഒരു അനുസരണയുള്ള, ഒരു വിധേയത്വ ബോധമുള്ള ഒരു ഒട്ടകത്തെ പോലെ. ഒട്ടകം അങ്ങ് ഇണങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഇൻ ഖുയ്യിദ ഇൻ ഖാദ, അതിനെ കെട്ടിയിടണം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് അനുസരിച്ച് തരുമത്രേ. അത്രയേ ഉള്ളൂ മുഅ്മിൻ. ഒരു ഒട്ടകം അതിന്റെ ചടുലമായ ചുവടുവെപ്പ് കൊണ്ട് കൂമ്പാരമേറിയ ഒരു പാറയുടെ മുകളിലേക്കാണ് അതിനെ കൊണ്ടുപോകുന്നതെങ്കിലും അത് യാതൊരുവിധ മടിയുമില്ലാതെ അവിടെ പോയി മുട്ടുകുത്തണമെന്നാണ് അവിടെ എത്തിയപ്പോൾ അതിന്റെ ഉടമ പറയുന്നതെങ്കിൽ, ആ പരുപരുത്ത പാറയുടെ മുകളിൽ അത് മുട്ടുകുത്താൻ അതിന് എത്ര കണ്ട് വിധേയത്വ ബോധമുണ്ടോ, അതാണ് ഒരു സത്യവിശ്വാസി എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുന്നിലെ സീറ്റ് തന്നെ വേണമെന്ന് എല്ലാവർക്കും സത്യവിശ്വാസിക്ക്. അങ്ങോട്ട് കേറിയിരിക്കാന്ന് പറഞ്ഞില്ലെങ്കിൽ മുഖം വീർക്കുന്നവനല്ല ആര്? സത്യവിശ്വാസി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കുമാറാവട്ടെ. രണ്ടാമത്തെ വിശേഷണം വിശുദ്ധ ഖുർആൻ പറയുന്നു. രണ്ടാമത്തെ വിശേഷണം, വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഉരുളയ്ക്ക് ഉപ്പേര് പറയുന്നവനല്ല സത്യവിശ്വാസി. ഒരു വിവരമില്ലാത്തവൻ വിഡ്ഢി ഒരു സത്യവിശ്വാസിയോട് സംവദിക്കാൻ വന്നു കഴിഞ്ഞാൽ സത്യവിശ്വാസിക്ക് ഇഷ്ടമില്ലാത്തതാണ് അവൻ പറയുന്നതെങ്കിൽ ഖാലൂ, സത്യവിശ്വാസി പറയേണ്ടത് സലാമാ. താൻ എന്തെങ്കിലും പറയുക വഴി ആ പറഞ്ഞ വാക്ക് പടച്ച റബ്ബിന്റെ മുന്നിൽ ഒരു തെറ്റാവുമെന്നുണ്ടെങ്കിൽ ആ തെറ്റായത് പറയാതെ, തെറ്റ് പറയാതെ സുരക്ഷിതമായി ഒഴിഞ്ഞു മാറലാണ് സത്യവിശ്വാസിയുടെ രണ്ടാമത്തെ ലക്ഷണമെന്ന് വിശുദ്ധ ഖുർആൻ. അസ്സലാമു അലൈക്കും, എന്നെ അങ്ങോട്ട് ഒഴിവാക്കിയത് ഇതേ ഞാനൊന്നിനുമില്ല, നീയായിട്ട് തർക്കിക്കാൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞ പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ട് എസ്കേപ്പ് ആവാത്രേ ഉള്ളൂ. ഇമാം ശാഫിഈ പറഞ്ഞല്ലോ റളിയല്ലാഹു അൻഹു, ആയിരക്കണക്കിന് ആലിമീങ്ങളോട് സംവദിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതിയായിരുന്നു, എന്നാൽ ഒരു വിവരമില്ലാത്തവനോട് ചർച്ച ചെയ്യാൻ, സംസാരിക്കാൻ ഞാൻ പോരാതെ വന്നിട്ടുണ്ട്. പലപ്പോഴും തോറ്റുപോകും. കാരണം അവന്റെ ക്വാളിറ്റിയിലേക്ക് മഹാനവറുകൾ ഇറങ്ങണം, അത് പ്രയാസമാണ്. ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. മറ്റുള്ളവന്റെ വർത്തമാനം കേൾക്കുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം, നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. വിവരമില്ലാത്തവന്റെ വാക്കുകളിൽ പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നവരാ നമ്മൾ. വിവരമില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ അത് ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവളാ നമ്മൾ. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, വിവരമില്ലാത്തവള് പറഞ്ഞാൽ അതോർത്ത് സങ്കടപ്പെടേണ്ട ജീവിതമല്ല ഒരു വിശ്വാസിയുടെ ജീവിതമെന്ന് വിശുദ്ധ ഖുർആൻ. ഒരു കല്യാണ വീട്ടിൽ ചെന്നപ്പോഴാ നിന്നെ കുത്തി നോവിച്ചുകൊണ്ട് അവള് പറഞ്ഞത് എങ്കിൽ ഒരു സദസ്സിലിട്ടുകൊണ്ടാ അവൻ നിന്റെ മുഖത്ത് നോക്കിയിട്ട് വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞതെങ്കിൽ സഹിച്ചോ, ക്ഷമിച്ചോ. അവിടെ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ പറയാൻ നീ തുനിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സംഭവിക്കാൻ പോകുന്നത് പ്രവാചകന്മാരുടെ പദവിയിൽ നിന്നും നീ താഴെ ഇറങ്ങലാണ്. നീ ക്ഷമിച്ച് വീട്ടിലേക്ക് പോരുകയാണ് എങ്കിൽ നിനക്ക് അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ പദവി അല്ലാഹു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, യബ്ലഗുൽ ഹലീമു ബിഹിൽമിഹി മാ ലാ യബ്ലഗുഹു സായിമുൽ ഖായിം.
പകല് മുഴുവൻ നോമ്പും രാത്രി മുഴുവൻ നിസ്കാരവുമായി കഴിയുന്ന മനുഷ്യന് കഴിയാത്തത്, ലഭിക്കാത്തത്, ഒരു പ്രയാസം മറ്റൊരാളിൽ നിന്നും നേരിടേണ്ടി വന്നപ്പോൾ ക്ഷമിച്ചു കഴിഞ്ഞ മനുഷ്യ, നിനക്ക് അല്ലാഹു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പകല് നോമ്പെടുത്തോ രാത്രി മുഴുവൻ ഇബാദത്തുമായി കഴിഞ്ഞ ആ മനുഷ്യന് കിട്ടാത്ത പദവിയാ ഒരു പ്രവാചകന്റെ പദവിയാ. എല്ലാം സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസി, അവന്റെ സമ്പർക്കത്തിൽ മറ്റുള്ള ആളുകളുമായുള്ളവന്റെ സമ്പർക്കത്തിൽ എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്നും പ്രയാസം നേരിടേണ്ടി വന്നാൽ അവൻ പടച്ച റബ്ബിനെ വിചാരിച്ച് അള്ളാഹുവിനെ മാനിച്ചുകൊണ്ടത് പുറത്തു കൊടുത്താൽ ഒരു പ്രവാചകന്റെ സ്ഥാനത്തേക്ക് ആ മനുഷ്യൻ എത്താം. മുത്തുനബി അവർക്ക് വിളിച്ച ഒരു പേരുണ്ട്. അവരെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് അവർ അഹ്ലുൽ ഫദ്ലാണ്, ശ്രേഷ്ഠതയുള്ള ആളുകളാണ്. അല്ലാഹുവേ, ഞങ്ങൾ അതിൽ പെടുത്തണേ തമ്പുരാനെ. അഹ്ലുൽ ഫദ്ൽ എന്ന അള്ളാന്റെ റസൂല് അവരെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇദാ ജമഅല്ലാഹു തആലൽ ഖലായിഖ ഫനാദാ മുനാദിൻ ഐന അഹ്ലുൽ ഫദ്ലി. ഖിയാമത്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ആ വലിയ സഭയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട ഒരു മലക്ക് വിളിച്ചു ചോദിക്കുമത്രേ, അഹ്ലുൽ ഫദ്ൽ എന്ന പദവിയിലെത്തിയവർ ഇവിടെ ഉണ്ടോ, അവരെവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ കാണുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ നിന്നോ ഫയഖൂമു നാസും വഹും യസീറൂന ഫയന്തലിഖൂന സിറാഅൻ ഇലൽ ജന്നാ. ഒരു വിഭാഗം ആളുകൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. എന്നിട്ടോ അവര് ധൃതിയിൽ ഓടിവരും. എന്നിട്ടോ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് അവർ പായുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു വിഭാഗം ആളുകൾ എഴുന്നേറ്റ് വരും. ജനങ്ങളുടെ ഇടയിൽ നിന്നും പ്രത്യേകമായി അവർ ഇങ്ങ് മാറി വരും. എന്നിട്ടോ ഓടി വന്നുകൊണ്ട് സ്വർഗാവകാശികൾ ഓടിപ്പോകേണ്ട വഴിക്ക് അവർ ഓടുകയാണ്. സ്വർഗത്തിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. കുറെ ഓടി അങ്ങ് ചെല്ലുമ്പോൾ സ്വർഗത്തിന്റെ കവാടത്തിന്റെ പാറാവുകാരായ മലക്കുകളുണ്ടല്ലോ, ഫതതലഖാഹുമുൽ മലായിക. സ്വർഗത്തിന്റെ പാറാവുകാരായ മലക്കുകൾ ഇവരെ കാണും. അപ്പൊ ചോദിക്കുമത്രേ, ഇന്നാ നറാകും സിറാഅൻ ഇലൽ ജന്നാ ഫമൻ അൻതും. നിങ്ങൾ ധൃതിയിൽ സ്വർഗത്തിലേക്ക് പോകുന്നു, നിങ്ങൾ പെട്ടെന്ന് സ്വർഗത്തെ പ്രാപിക്കാൻ വേണ്ടി ഓടുന്നു. നിങ്ങൾ ആരാ? നിങ്ങളെ ഞങ്ങൾ നിരീക്ഷിക്കുന്നു. ഇതുവരെ നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് ഈ സ്വർഗാവകാശികളായ അഹ്ലുൽ ഫദ്ലിന്റെ ആളുകൾ ഒന്നുകൂടി പറഞ്ഞാൽ, ഇടപഴക്കത്തിൽ മറ്റുള്ളവന്റെ കുത്തുവാക്ക് കേട്ടപ്പോ ക്ഷമിച്ചുപോയ മുഅ്മിനുണ്ടല്ലോ, അവനോട് സ്വർഗത്തിലേക്ക് ഓടുന്ന ഓട്ടത്തിൽ അത് കണ്ടു നിൽക്കുന്ന മലക്ക് ചോദിക്കുമ്പോൾ അവൻ പറയാണ് ആരാണെന്ന്, നഹ്നു അഹ്ലുൽ ഫദ്ലി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അഹ്ലുൽ ഫദ്ല് ഞങ്ങളാണ്. ഞങ്ങൾ അഹ്ലുൽ ഫദ്ല, ശ്രേഷ്ഠതയുടെ ആളുകളാണ് ഞങ്ങൾ. അപ്പൊ ഈ മലക്കുകൾ ചോദിക്കും, മാ കാന ഫദ്ലുക്കും, എന്താ നിങ്ങൾക്ക് ഇത്ര ശ്രേഷ്ഠത വന്നത്? നിങ്ങൾ അഹ്ലുൽ ഫദ്ൽ എന്ന പദവിയിലെത്താൻ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയുമത്രേ, കുന്നാ ളുലിംനാ, മറ്റു പലരും ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, മറ്റു പലരും ഞങ്ങളെ കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും ഞങ്ങളെ നോവിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് സ്വബറന, പടച്ച റബ്ബേ നിന്നെ ഓർത്തിട്ട് മാത്രം ഞാൻ ക്ഷമിക്കാണെന്ന് വിചാരിച്ച് അങ്ങനെ ക്ഷമ കൈക്കൊണ്ടവരാണ് ഞങ്ങളെന്ന് ഇവര് പറയുമ്പോൾ, ഇതാ ഉസി അലൈനാ ഗഫറനാ ബൈനാ തുഹില അലൈനാ ഹലിന്നാ. ഞങ്ങളോട് ചീത്തയായി പെരുമാറിയവരോട് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു, ഞങ്ങളെ പ്രയാസപ്പെടുത്തിയവർക്ക് ഞങ്ങൾ മാപ്പ് കൊടുത്തു, ഞങ്ങളെല്ലാം സഹിച്ചു. വിവരമില്ലാത്തവന്റെ വിവരക്കേടിൽ ഞങ്ങൾ നിരാശപ്പെട്ടില്ല. ഒരു പുഞ്ചിരി കൊണ്ട് അവന് വിവരമില്ലല്ലോ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട്
അല്ലാഹുവേ നീ എനിക്ക് കൂലി തരണേ എന്ന വിചാരത്തിൽ കഴിഞ്ഞുകൂടിയവരാണ് ഞങ്ങൾ. അങ്ങനെ മലക്കുകളുടെ മുന്നിൽ അവർ അവരുടെ ജീവിതത്തിന്റെ ഇന്നലകളിലെ വ്യവഹാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരോട് മലക്കുകൾ പറയുമത്രേ, ഉദ്ഖുലുൽ ജന്നാ, എന്നാൽ ഇനി വൈകണ്ട, ആ കാണുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ സോപാനങ്ങളിലേക്ക് നിങ്ങൾ കടന്നോ. ഫനിഅമ അജ്റുൽ ആമിലീൻ, കൂലി ലഭിക്കുന്ന ജോലിക്കാരിൽ ഏറ്റവും നല്ല കൂലി ലഭിച്ചവര് ഇവരാണെന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. നമ്മോട് മറ്റുള്ളവരുടെ വർത്തമാനങ്ങളിൽ നമ്മോട് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും വാക്കോ പ്രവർത്തനമോ ഇടപഴക്കമോ അവരുടെ സമ്പർക്കത്തിൽ നമുക്ക് അനുഭവപ്പെട്ടാൽ അതിൽ ക്ഷമിക്കുന്നവരാണോ? വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. പരലോകം രക്ഷപ്പെടുന്ന പ്രതിവചനവും പ്രതികരണവും കൊണ്ട് ഇടപഴക്കത്തിൽ പടച്ചോനെ പേടിക്കുന്നവരാരോ അവരാണ് ഈ മുഅ്മിനീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തെ ഗുണം അതാണ്. മൂന്നാമത്തെ ഗുണം അവർ രാത്രിയിൽ നിസ്കരിക്കാൻ താല്പര്യമുള്ളവരാം. രാത്രിയിൽ നിസ്കരിക്കാൻ താല്പര്യപ്പെടുന്നവരാ. മഹാന്മാർ പറയുന്നു, രാത്രി നിസ്കരിക്കാലെ അന്നൽ ഇബാദത ബില്ലൈലി അബ്അദു അനിർ റിയാ. ലോകമാന്യതയേക്കാൾ ലോകമാന്യത സംഭവിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. രാത്രി നിസ്കാരം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നഫീസ ബീവിയുടെ ആങ്ങള യഹ്യ മുതവ്വജിന്റെ മകള് സൈനബ് നഫീസ ബീവിക്ക് ഖാദിമത്തായിരുന്നു. ഖിദ്മത്തിന്റെ ഇടയിൽ അനുഭവപ്പെട്ടത് പറയാറുണ്ട്, ചരിത്രത്തിലുണ്ട്. 40 കൊല്ലം രാത്രി കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടില്ല. 40 കൊല്ലം പകൽ നോമ്പൊഴിവാക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ബിവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. മഹാന്മാരൊക്കെ രാത്രിയിലെ നിസ്കാരത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ 8 സവിശേഷതകളിൽ മൂന്നാമത്തേത് ഖുർആൻ പറഞ്ഞു. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രി നിസ്കരിക്കാൻ താല്പര്യം കൂടുതലുള്ളവരായിരുന്നു. രാത്രിയിലെ നിസ്കാരം പ്രത്യേകിച്ച് ഇതിന്റെ വിശദീകരണത്തിൽ കാണുന്നുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാണ്, ഇശാഇന്റെയും സുബഹിയുടെയും ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു പദവി കിട്ടുമത്രേ. ഇശാന്റെ സുബഹിയുടെ ജമാഅത്ത് കളയരുത് പരമാവധി. എന്നാൽ രാവ് മുഴുവൻ ഹയാത്താക്കിയ കൂലിയാണ്. ഉമ്മായും മോളും കൂടിയിട്ട് വീട്ടിൽ നിസ്കരിച്ചാൽ അത് കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാപ്പായും മോനും കൂടി പള്ളിയിലേക്ക് വരാം. ഉമ്മായും മകളും വീട്ടിലെ ഇശായും സുബഹിയും ജമാഅത്തായി നിസ്കരിച്ചോ, ഈ പദവി കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ തൊട്ട് നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ കാന ഖിയാമി നിസ്ഫിൽ ലൈല വമൻ സല്ലൽ ഇശാ വൽ ഫജ്ർ ഫീ ജമാഅത്തിൻ കാന ഖിയാമി ലൈല. നബിയുനാ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഒരാളെ ഇശാ മാത്രം ജമാഅത്തായി നിസ്കരിക്കുന്നു, എന്നാൽ അവൻ ഒരു രാത്രിയുടെ പകുതി ഹയാത്താക്കിയവനാ. ഒരു രാത്രിയുടെ പകുതി അവൻ നിന്ന് നിസ്കരിച്ച പരിഗണനയാണ്. എന്നാൽ ഒരാളെ ഇശായും സുബഹിയും ജമാഅത്തായി, രണ്ടും ജമാഅത്തായി നിസ്കരിക്കുന്നുവെന്നാൽ ആ മനുഷ്യൻ ആ രാവ് മുഴുവൻ ഹയാത്താക്കി നിസ്കരിച്ചുകൊണ്ട് ഹയാത്താക്കിയവനാണെന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകു തമ്പുരാനെ. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നത് കാണാം. രാത്രി നിസ്കരിക്കുമ്പോൾ പകൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെയും അപേക്ഷിച്ച് ചില പ്രത്യേകതകൾ ഉണ്ട്. ഞാൻ പറയാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, പകല് നമ്മൾ നിസ്കരിക്കണം. രാത്രിയിലെ നിസ്കാരത്തിന് ഒരു പ്രത്യേകത ഇത്തിരി കൂടുതലുണ്ട്.
എന്താ കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇന്നൽ അബ്ദ ഇദാ ഖാമ യുസല്ലി ഉതിയ ബിദുനൂബിഹി ഫജുഇലത അലാ റഅസിഹി വഅതിഖൈഹി കുല്ലമാ റകഅ ഔ സജദ തസാഖത അൻഹു. പുണ്യനബി പഠിപ്പിക്കുകയാണ്, രാത്രി നമ്മൾ നിസ്കരിക്കുമ്പോഴുണ്ടല്ലോ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട്, വിത്ർ നിസ്കരിക്കുന്നവരുണ്ട്. വിത്ർ 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, വിത്ർ ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് വിത്ർ നിസ്കരിച്ച് 1 റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ രാത്രിയുടെ പാതിരാവിന്റെ അന്ത്യയാമങ്ങളെ കണക്കാക്കിയിട്ട് തഹജ്ജുദ് നിസ്കാരം 2ഉം 4ഉം 6ഉം 10ഉം ഒക്കെ നിസ്കരിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തായി വിത്റിന്റേതുമാക്കിയിട്ടൊക്കെ നിസ്കരിക്കുന്നവരുണ്ട്. രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരവും വിത്ർ നിസ്കാരവും വളരെ സന്തോഷത്തോടുകൂടെ ചെയ്യുന്നവരായി സദസ്സിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളുടെ രാത്രിയിലെ നിസ്കാരമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ആ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ അല്ലാഹു നമ്മുടെ ശിരസിൽ വെച്ചു തരും. നമ്മുടെ പാപങ്ങളെ അല്ലാഹു നമ്മുടെ 2 ചുമലിൽ വെച്ചു തരും. എന്നിട്ടോ ആ പാപങ്ങൾ രാത്രിയിലെ നിസ്കാരത്തിന്റെ വേളയിൽ റുകൂഅ് ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും അവന്റെ പാപങ്ങൾ താഴേക്ക് ഉതിർന്ന് വീഴട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാം, രാത്രിയിലെ നിസ്കാരത്തിൽ നമ്മുടെ ചുമലിൽ വെച്ചിരിക്ക പാപങ്ങൾ നമ്മൾ റുകൂഅ് ചെയ്യുമ്പോൾ അത് താഴെ പോകുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ജിബ്രീൽ എൻ്റെ അടുക്കൽ ഇങ്ങനെ പതിവായി വരൽ തുടങ്ങി. എന്ന് വന്നാലും ജിബ്രീൽ എന്നോട് പറയും, ലാ സാല ജിബ്രീൽ യൂസീനി ബിഖിയാമിൽ ലൈലി. നബിയേ, രാത്രിയിൽ നിസ്കാരം ഒഴിവാക്കല്ല നബിയേ, പാതിരാവിൽ നിസ്കരിക്ക് നബിയേ. ജിബ്രീൽ ഇങ്ങനെ വന്നുകൊണ്ട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ജിബ്രീൽ എന്നോട് വസിയത്ത് ഏൽപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി പോയി, ഇന്ന ഖിയാറ ഉമ്മത്തി ലാ യനാമൂൻ. എന്റെ സമുദായത്തിലെ ഏറ്റവും നല്ലവരെന്ന് പറയുന്നവർ രാത്രി ഒട്ടും തന്നെ ഉറങ്ങാത്തവരാണെന്ന് ഞാൻ മനസ്സിലാക്കിപ്പോയെന്ന്. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദാ ശഖ്ഖ മഅറൂഫു മിനൽ ഫജ്രി സാത്തിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലുബുനാ ബിഹി മുഖിനാതുൻ അന്ന മാ ഖാല വാഖിഉ യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി إذا استثقلت بالمشركين المضاجع صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا صلى الله على محمد. തന്റെ പാതിരാവിൽ പത്നിമാരുമൊത്ത് ശയിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ ആ ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന പുതപ്പങ്ങ് തട്ടിമാറ്റിയിട്ട് വന്ന്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ യുഖ്സ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർത്തീല. പ്രശ്നങ്ങളേതും പരിഹരിക്കാൻ ഏറ്റവും ഉതകുന്നതാ നിസ്കാരമെന്ന നിയമവും അമലും കബൂലാകുന്നതിനിതു വേണ്ടതാ. പ്രാർത്ഥന
തനക്കിജാബത്തും ഇതിൽ ബന്ധിച്ചതാ. ഇതുകൊണ്ട് ജസദിന് റാഹത്തും ലഭിക്കുന്നതാ. കൂടാതെ റിസ്ഖിൽ ബറക്കത്തും കാണുന്നതാ. ശത്രുക്കളോട് തീർക്കുന്നതിനേതോ മെച്ചമാ. അത് ആയുധം എന്ന് ഹദീസിൽ വ്യക്തമാ. പാലം കടക്കാനേറ്റവും ഉതകുന്നതാ. മീസാനിലേറ്റം ഭാരവും ഇതിനുള്ളതാ. സ്വർഗത്തിലേക്ക് കടക്കുവാൻ താക്കോലിതാ. ഇവൊക്കെ തിരുനബി വചനമിൽ കാണുന്നതാ. അതുകൊണ്ട് രാത്രിയിലെ നിസ്കാരം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൽ പരിശുദ്ധമായ രാത്രികളിൽ നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പിന്നെ അന്ന് അടച്ചു വെച്ചതാണ് എങ്കിൽ ഇന്നു മുതൽ തുറക്കട്ടെ. എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുടെ 8 ക്വാളിറ്റിയിൽ അതിൽ 3-ാമത്തേതാ നിസ്കാരമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, രാത്രിയിലെ നിസ്കാരത്തിന് ആരോഗ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ചത് ഞാനല്ല, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിലും ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അവിടുത്തെ ജാമിഉൽ ഹദീസിലും പറയുന്നു, രാത്രിയിലെ നിസ്കാരം നിങ്ങൾ പതിവാക്കണേ. അലൈക്കും ബിഖിയാമിൽ ലൈൽ, രാത്രിയിലെ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം നിങ്ങൾ പതിവാക്കണം. എന്താ കാരണം? ഇന്നലകളിൽ കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളുടെ കൂടെ നിന്നെ അല്ലാഹു ഉൾപ്പെടുത്തും. സ്വാലിഹീങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. വഅൽഹഖ്നി ബിസ്സാലിഹീൻ എന്ന് ദുആ ചെയ്യുന്നവരാ നമ്മളൊക്കെ. അത് പ്രവാചകന്മാർ ദുആ ചെയ്തതാ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. نبي الله يوسف عليه السلام. മഹാന്മാര് ദുആറുന്നത് അങ്ങനെയാ, സ്വാലിഹാക്കണമെന്നല്ല, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണം. ഞാൻ സ്വാലിഹായിട്ടല്ല. അങ്ങനെ അള്ളാഹ്ക്ക് പറ്റും. മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നല്ലോ ഇബ്ലീസ്. മലക്കിന് കൊടുത്ത എല്ലാ ആനുകൂല്യവും ഇബ്ലീസിനുണ്ടായിരുന്നു. മലക്കിനോട് പറഞ്ഞ എല്ലാ നിയമവും ഇബ്ലീസിനോടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പൊ സ്വാലിഹ്യങ്ങളിൽ പെടാൻ കഴിയണമെങ്കിൽ തഹജ്ജുദ് നിസ്കാരം വേണം. ഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലക്കും വഖുർബത്തുൻ ലക്കും. അല്ലാഹുവിലേക്ക് അടുക്കാൻ മറ്റ് അമലുകളെക്കാൾ കൂടുതൽ രാത്രി നിസ്കാരത്തിന് കഴിയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമുക്കഫിറത്തുൽ ലിസ്സയ്യിആത്ത്, നമ്മുടെ എല്ലാ പാപവും അല്ലാഹു പൊറുക്കും. തഹജ്ജുദ് നിസ്കരിച്ചാൽ മതി. ഇനി പുറത്തു തരണേന്ന് പ്രത്യേകം ദുആ വേണ്ട. വമുൻഹാത്തുൻ അനിൽ ഇസ്മി, നേരം വെളുത്ത നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയൂല. അതല്ലേ ഏറ്റവും വലിയ കാര്യം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നേരം പുലർന്നാൽ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ മാരക രോഗങ്ങളെ അള്ളാഹു ശരീരത്തിൽ നിന്നും ഈ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് ആട്ടി ഓടിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സത്യവിശ്വാസിയായാൽ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം തരാൻ. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ 8 വിശേഷണങ്ങളിൽ അതിപ്രധാനപ്പെട്ട 3-ാമത്തേത് രാത്രിയിലെ നിസ്കാരം. രാത്രിയിലെ നിസ്കാരം. ഒരുപാട് പേര് രാവ് മുഴുവൻ ഇശാഇന്റെ ഒളുകൊണ്ട് സുബ്ഹി വരെ നിസ്കരിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. സ്വഹാബി പ്രമുഖനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട ഒരു മഹാന.
മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട ഒരു മഹാനായ അബൂ സുലൈമാൻ ഇബ്നു ദറാനി റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട മഹാനായ ഹബീബുൽ അസ്മി റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട എന്തിനേറെ കേദാര കൈരളിക്കരയിൽ പരിശുദ്ധ ഇസ്ലാമുമായി കടന്നു വന്ന മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഇശാഇന്റെ ഉളു കൊണ്ട് സുബ്ഹി നിസ്കരിച്ച് ജീവിതം ഹയാത്താക്കിയ മഹദിയായ റാബിഅത്തുൽ അദബിയ്യ റളിയല്ലാഹു അൻഹ ഇശാഇന്റെ ഉളു കൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹദിയ നല്ലവേറും ഇശാത്തോളുവാലെ 40 റ്റാണ്ടോളം സുബ്ഹി തൊഴുതോവർ. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി അതിൽപ്പെട്ടൊരു അല്ലാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട 8 വിശേഷണങ്ങളിൽ മൂന്നാമത്തേത് രാത്രിയിലെ നിസ്കാരം. മഹാനായ സയ്യിദുനാ ഇമാമുനാ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, ഒരു ഹദീസ് കാണാം, അന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖറഅൽ ഖുർആന ലൈലതൻ ഫീ റകഅത്തിൻ ലം യുസല്ലി ഗൈറഹാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിത്ർ നിസ്കരിക്കാൻ രാത്രി നിന്ന് കഴിഞ്ഞാൽ ഒറ്റ റകഅത്ത് മാത്രമേ നിസ്കരിക്കൂ. ആ ഒരു റകഅത്തിന്റെ അകത്ത് വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തു തീർക്കുമായിരുന്നുവത്രേ. എന്ന് വിശുദ്ധ ഖുർആൻ ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു രാത്രിയിൽ ഒരു ഖത്തം നിസ്കാരത്തിൽ തീർക്കണമെന്ന താല്പര്യം ഉണ്ട് എങ്കിൽ അല്ലാഹു തആല താല്പര്യത്തിന് സമയം കൊണ്ടവനെ സഹായിക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഒരു റകഅത്ത് ഒരു രാത്രിയിൽ നിസ്കരിക്കാൻ ആ മഹാൻ 30 ജുസ് ഓതിയെങ്കിൽ 30 ജുസിന് ഏറ്റവും മിനിമം നമ്മുടെ കണക്കുകൂട്ടലില് ഒരു 30 മണിക്കൂറെങ്കിലും വേണം, അല്ലെങ്കിൽ 15 മണിക്കൂർ വേണം. 15 മണിക്കൂർ ഒരിക്കലും രാത്രി ഉണ്ടാവല് സാധ്യതയില്ല. പ്രത്യേകിച്ച് വിത്തറിന്റെ വഖത്ത്. ഇശാ കഴിഞ്ഞ് സുബഹിയുടെ മുമ്പായിട്ട് നടക്കണമല്ലോ. ഇശാ കഴിഞ്ഞ് സുബഹിയുടെ മുന്നേ നടക്കണം. അതിന് ഒരിക്കലും 15 മണിക്കൂർ കിട്ടൂല, 10 മണിക്കൂറും കിട്ടൂല. ഫിൻലൻഡിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു പ്രദേശങ്ങളിലോ രാത്രിയുടെ അളവ് കൂടുതലുള്ള മറ്റു രാജ്യങ്ങളിലോ ആയിരുന്നു എന്നൊന്നും അല്ല അതിനർത്ഥം. എവിടെയാണെങ്കിലും മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് അള്ളാഹുവിന് ബാധ്യതയാണെന്ന് ഖുർആൻ. കാലത്തിനും സമയത്തിനും അതീതമാണ്, അഭൗതികമാണ് മുഅ്മിനായ മനുഷ്യന് അള്ളാഹുവിന്റെ സഹായം കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു നമുക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. രാത്രിയിലെ നിസ്കാരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? പകൽ അവന്റെ മുഖം കണ്ടറിയാൻ കഴിയുന്ന. അങ്ങനെയാണ് അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ, മൻകസുറ സ്വലാത്തുഹു ബില്ലൈൽ, രാത്രിയിൽ കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യ നിന്റെ മുഖമുണ്ടല്ലോ ഹസുന വജ്ഹുഹു ബിന്നഹാർ, അവന്റെ മുഖം പകലിൽ നല്ല വെളിച്ചമായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു സീരീൻ തങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലോകം കണ്ട ഏറ്റവും വലിയ സ്വപ്ന വ്യാഖ്യാതാവ് ആരാ? മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ശിഷ്യൻ. താബിഈങ്ങളിൽ പ്രമുഖനാണ് ഇബ്നു സീരീൻ. ഇബ്നു സീരീൻ തങ്ങള് മഹാനവറുകൾക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവരുടെ പേര് ഹഫ്സ എന്നാണ് റളിയല്ലാഹു അൻഹാ. ഹഫ്സ എന്ന ഒരു മഹദി ഉണ്ടായിരുന്നു. ആര്? ഇബ്നു സീരീൻ തങ്ങളുടെ പെങ്ങള്. മഹദി അവരുകൾ വലിയ പണ്ഡിതയായിരുന്നു. ഇബ്നു സീരീൻ തങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും ഒരു ഖുർആനുമായി ബന്ധപ്പെട്ട സംശയം ചോദിച്ച് താബിഈങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മഹാനവറുകൾ പറയുമായിരുന്നു, ഫസ്സലൂ ഹഫ്സ കൈഫ തഖറഊ, ഹഫ്സ പാരായണം ചെയ്തത് പോയി കേൾക്കൂ. ഹഫ്സ പറയുന്നത് എന്തോ അത് കേട്ടോ, അതാ നിങ്ങളുടെ സംശയത്തിന്റെ മറുപടി. മഹാനവറുകൾക്ക് അറിയാത്ത കാര്യം മഹാനവറുകൾ പറയുമായിരുന്നു. ആരാ ഇബ്നു സീരീൻ? അള്ളാന്റെ ഹബീബിന്റെ സ്വഹാബി അനസ് ഇബ്നു മാലിക് എന്ന സാധാരണ സ്വഹാബിയാണ്. അനസ് ഇബ്നു മാലിക് ഫഖീഹാണ്. 100 കണക്കിന് സ്വഹാബത്ത് അനസ് തങ്ങൾ ചെയ്യുന്നത് കണ്ട് തഖ്ലീദ് ചെയ്ത് മഹാനവറുകളെ
തഖ്ലീദ് ചെയ്ത വലിയ മുജ്തഹിദ് മുത്തലഖായ വലിയ പണ്ഡിതനായ സ്വഹാബിയ, ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ഹബീബിന്റെ 10 വർഷത്തെ ഖാദിം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കാലങ്ങളോളം സേവിച്ച വലിയ ഒരു പണ്ഡിതനാണ് ഇബ്നു സിരീൻ എന്ന മഹാൻ. ആ മഹാന് അള്ളാഹുവിന്റെ ഖുർആനുമായി എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ പെങ്ങളുടെ അടുത്താ ചോദിക്കാം. പെങ്ങളുടെ പേര് ഹഫ്സ റളിയല്ലാഹു അൻഹ. പെങ്ങളാവട്ടെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിത. ഇബ്നു സിരീൻ തീർത്താൽ തീരാത്ത സംശയങ്ങൾ നിവാരണം ചെയ്യുന്നത് ഈ പെങ്ങളായിരുന്നു. ആ പെങ്ങൾ ആരാന്നറിയണ്ടേ? ആ പെങ്ങളാരാ? ചരിത്രത്തിൽ കാണാം. വകാനത്ത് ഹഫ്സത്ത് ബിന്തു സിരീൻ തഖറഉ കുല്ല ലൈലത്തിൻ നിസ്ഫൽ ഖുർആൻ. ഒരു രാത്രി ഖുർആന്റെ പകുതി പാരായണം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. എന്നിട്ടോ എവിടെയാ ഖുർആന്റെ പകുതി രാത്രിയിൽ പാരായണം ചെയ്യാ? തഖൂമു ബിഹി ഫിസ്സലാ. രാത്രിയിലെ നിസ്കാരത്തിന് ഖുർആന്റെ പകുതിയും ബാക്കി പകുതി പകല്. ഒരു ദിവസം ഒരു ഖത്തം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ദിവസം ഒരു ഖത്തം ഓതാൻ കഴിയും. അത്രത്തോളം നമ്മൾ ഇബാദത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് നമ്മുടെ നെയ്യത്ത് നല്ലതാണെങ്കിൽ അല്ലാഹു അങ്ങോട്ട് എത്തിക്കും. നെയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഫ്സ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് ഒരിക്കലുണ്ടല്ലോ മഹദിയവരകൾ ഒരു ചെറിയ റാന്തല വിളക്കിലായി നിസ്കാരം രാത്രിയിൽ നിർവഹിക്കാൻ രാത്രി മുഴുവൻ മുസല്ലയിൽ കഴിഞ്ഞുകൂടുന്ന മഹദിയവരകളുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ആ ചട്ടക്കുടലിന്റെ അകത്തേക്ക്, ആ ചെറിയ കൂരയുടെ അകത്തേക്ക് രാത്രിയിൽ അടിച്ചു വീശുന്ന കാറ്റതിന്റെ ജാല വഴി അകത്ത് കടന്നു കഴിഞ്ഞാൽ അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ മഹദി അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ആ വീട് മുഴുവൻ ആ രാത്രിയിൽ വെളിച്ചമായി കുളിച്ചു നിൽക്കുമത്രേ. സുബഹി വരെ ആ വീട് മുഴുവൻ ആ മഹദിയുടെ ഒരൊറ്റ ആളുടെ ബറക്കത്ത് കൊണ്ട്, ആ മഹദി അവരുടെ കറാമത്ത് കൊണ്ട്, ആ നിസ്കാരത്തിന്റെ പവർ കൊണ്ട് ആ വീട് മുഴുവൻ പ്രകാശമാ. സുബഹി വരെ ഇതാണോ രാത്രിയിലെ നിസ്കാരത്തിന്റെ പവർ എന്ന് മനസ്സിലാക്കാം. ഇസ്മായിൽ അൽ ഹഖ് ബറൂസവി സൂറത്തുൽ ഫുർഖാന്റെ വ്യാഖ്യാനത്തിൽ റൂഹുൽ ബയാനിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോഴാണ് കറണ്ട് വേണമെങ്കിൽ ആ കട്ടിലിന്റെ കാലം കൊണ്ട് തല കൊണ്ട് ഒരു കുത്തു കൊടുക്കുന്ന ശബ്ദം കേൾക്കാം. അല്ലാതെ വീടൊന്നും തിളങ്ങുന്നതൊന്നും ഉണ്ടാവില്ല. ആര് നിസ്കരിച്ചാലും അങ്ങനെ ഉണ്ടാവില്ല. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഒരു പ്രത്യേകത അതായിരുന്നു. ബസ്രക്കാരുടെ ഇടയിൽ മഹദി അവர்கள் വലിയ പണ്ഡിതയായിരുന്നു. ഇങ്ങനെയൊക്കെയാ ആ മഹദി പറയുമായിരുന്നു. ചെറുപ്പക്കാരായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ പറയും, ചെറുപ്പക്കാരെ, അൻതും ശബാബുൻ വ ഇന്നി ഫഇന്നി മാ റഅയ്തുൽ അമല ഇല്ലാ ഫിസ് ശബാബ്. ഒരാളെ അമൽ ചെയ്യാണെങ്കിൽ അത് യൗവനത്തിൽ ചെയ്തിട്ടേ ഗുണമുള്ളൂ എന്ന നിലപാടിലാ ഞാൻ എന്ന് പറയുമായിരുന്നു മഹദി അവர்கள். والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. നരകത്തെ ഭയന്നുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നരകത്തെ ഭയന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പതിവുണ്ടാവണം. 4ാമത്തെ ക്വാളിറ്റി അതാണ്. നരകത്തെ ഭയന്നുകൊണ്ട് ദുആ ചെയ്യണം. നേരത്തെ പറഞ്ഞ 3 ഗുണമുണ്ടെങ്കിൽ സ്വർഗ്ഗം ഉറപ്പാ. എന്നാലും നരകത്തെ ഭയന്നുകൊണ്ട് ഇവര് ദുആ ചെയ്യാ എന്നത് ഇവരുടെ വിനയമാണെന്ന് മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. നരകത്തെ ഭയന്നുകൊണ്ട് പടച്ചോനോട് എപ്പോഴും ദുആ ചെയ്യുമ്പോൾ അതിൽ കടന്നു വരണം. എന്ത്? പടച്ചോനെ
നരകത്തെ തൊട്ട് കാക്കണേ എന്ന വാക്ക് കടന്നു വരണം. ഞാൻ വിശദീകരിക്കുന്നില്ല, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അവരുടെ അഞ്ചാമത്തെ വിശേഷണം വല്ലദീന ഇദാ أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. സ്വകാര്യ ആവശ്യങ്ങളിൽ പോലും, സ്വന്തം കുടുംബത്തിന്റെ ചെലവിലാണെങ്കിൽ പോലും മിതത്വമായി സാമ്പത്തികം ചെലവ് ചെയ്യുന്നവരാണ്. കുടുംബത്തിലാവട്ടെ, സ്വന്തം ആവശ്യത്തിലാവട്ടെ, സ്വന്തം കാര്യങ്ങളിൽ ഒരു മിതത്വവും നിയന്ത്രണവും സാമ്പത്തിക വിഷയത്തിൽ ഉണ്ടാവുന്നവരാണ്. ഈ 8 വിശേഷണങ്ങളിൽ അഞ്ചാമത്തെ വിശേഷണമായി അള്ളാഹു പറയുന്നത്, പറഞ്ഞ ഉടനെ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഇത് സ്വഹാബത്തിന്റെ സ്വഭാവമാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് കോടാനകോടി ഉണ്ടായിരുന്നവരായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പോയി ഒരു കല്ലെടുത്ത് പൊക്കിയാൽ ആ കല്ലിന്റെ അടിയിൽ സ്വർണമായിരുന്നു എന്ന് പറഞ്ഞാൽ തൊടുന്നത് മുഴുവൻ പൊന്നാ. അങ്ങനത്തെ പദവിയിൽ നിൽക്കുമ്പോഴും ഒരു മിസ്കീനായി ജീവിച്ചവരായിരുന്നു അവര്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് കാനൂ ലാ യഅകുലൂന തആമൻ ലിത്തനഉമി വല്ലദ്ദാ വലാ യൽബസൂന തൗബൻ ലിൽജമാലി വസ്സീന വലാകിൻ കാനൂ യഅകുലൂന മാ യസുദ്ദു ജൂഅഹും വയുഈനുഹും അലാ ഇബാദത്തി റബ്ബിഹിം വയൽബസൂന മാ യസ്തുറു ഔറാതിഹിം വയസൂനഹും വയസൂനുഹും മിനൽ ഹർരി വൽ ബർദ്. സഹാബത്ത് ഭക്ഷണം കഴിച്ചത് എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കളി വിനോദങ്ങൾക്കും നേരം പോക്കിനും ടൈം പാസിനും വേണ്ടിയിട്ട്, സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. സുഖാനന്ദങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഖേദകരമെന്ന് പറയട്ടെ, ലോകാവസാനത്തിന്റെ അടയാളമാണല്ലോ മുക്കിലും മൂലയിലും എല്ലാ റോഡരികളിലും ഇപ്പോൾ കാണുന്ന ലോകാവസാനത്തിന്റെ ഒരു അടയാളം പോലെ നമ്മൾ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്ന നമ്മുടെ പൂർവകാല മഹത്തുക്കളുടെ ഗ്രന്ഥ വിവരണമേ ഫാസ്റ്റ് ഫുഡിന്റെ കടകളാണ് മുഴുവനും കാണാം. വിശപ്പെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഒരു 40% ശരിയാ, ഒരു 60% അതൊരു ആവശ്യമില്ലാഞ്ഞിട്ട് വന്ന് കഴിക്കുന്നവരാണ്. വീട്ടില് വെക്കലും വേവിക്കലും പട്ടിണി, വെക്കലും വേവിക്കലും ഇല്ല, പട്ടിണിയാണ്, കഷ്ടപ്പാടാണ്, വേറൊരു ഭക്ഷണവും കിട്ടാനില്ല, ആകഞ്ഞിപ്പ് കിട്ടാനുള്ള ഫാസ്റ്റ് ഫുഡാണ് എന്ന അവസ്ഥയിൽ ആരും പോയി കഴിക്കുന്നില്ല. എല്ലാവരും അതൊരു ടൈം പാസ്, ഒരു രസം. അങ്ങനൊരു സ്വഭാവം പതിവാണെങ്കിൽ മുഅ്മിനാവാൻ കഴിയൂല. ഒരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ മക്കളൊക്കെ കൂട്ടിയിട്ട് ഒരു വെക്കേഷൻ വരുമ്പോൾ ഒരു ഹോട്ടൽ ഫുഡ് അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സദസ്സുകളൊക്കെ സംഘടിപ്പിക്കാമെന്നല്ലാതെ ഒന്നരാടം ഹോട്ടല് വേണം എന്നുള്ള ഒരു ആവശ്യം ഒക്കെ വേണം, കഴിച്ചോ, കഴിക്കേണ്ടെന്നല്ല, പക്ഷെ പതിവാക്കൽ മുഅ്മിനിന്റെ ലക്ഷണമല്ലെന്ന് ഖുർആൻ. അവരുടെ സ്വഭാവം, സ്വഹാബത്തിന്റെ സ്വഭാവമാവലാണ്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളായി 5 അതായത് ആദ്യം പറഞ്ഞത് അല്ലാഹു. ഇനി ഒരു 3 അവസാനം പറയുന്നുണ്ട്. അത് നമ്മളൊക്കെ വലിയ ഗൗരവമായിട്ട് കാണുന്നു. ഇത് ഗൗരവമാക്കാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് അല്ലാഹു തന്ത്രപൂർവം ഇത് ആദ്യം പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് വീടുകളൊക്കെ, സഹാബത്തിന്റെ വീടുകളെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് പറയാൻ തന്നെ പേടിയാ. അത്ര കണ്ട് നമ്മുടെയൊക്കെ ജീവിതവുമായി വളരെ അകലം ഉണ്ട്. അതിന് നിന്നാൽ നിന്റെ തല മുട്ടാത്തത്, മഴ പെയ്താൽ നീ നനയാത്തത്, വെയിലടിച്ചാൽ നിനക്ക് ചൂടേൽക്കാത്തത്, അത്ര വിശാലതയെ നിന്റെ വീടിനെ പറ്റി സ്വഹാബത്തിന് പറയാനുള്ളൂ. മഹാന്മാരായ ഇമാം റാസിയെ പോലുള്ളവരൊക്കെ അതൊക്കെ കൂടുതൽ വിശദീകരിക്കുന്നതായി കാണാം. ഒരു സത്യവിശ്വാസി ലോകത്ത് വന്നാൽ അവരാകെ അവകാശം അള്ളാഹു എന്ന വിചാരം അവന്റെ മനസ്സിലങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവൻ പിന്നെ ഇത്രേ ചിന്തിക്കുള്ളൂ, എന്തെങ്കിലും തിന്നാ, എവിടെയും കിടക്കാം, ഇത്രേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ കുറെ മിസ്കീന്മാരായ മനുഷ്യന്മാര് മഹാന്മാരുടെ മസാറുകളിലൊക്കെ വന്ന് കിടക്കുന്നത്? അതിൽ കോടീശ്വരന്മാരുണ്ടാവും, അവർക്ക് ഇത്രേ ഉള്ളൂ, അവരിത്രേ ചിന്തിക്കുന്നുള്ളൂ. ലൈസ ലിബ്നി ആദമ ഹഖ്ഖുൻ ഫീമാ സിവാ ഹാദിഹിൽ ഖിസാൽ. ഇമാം ബൈഹഖി ഇവിടുത്തെ ശുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട്, തുർമുദി ജാമിഇലൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്. അള്ളാന്റെ റസൂൽ പറയാ, ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാ എന്ന വിചാരം മനസ്സിലങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവൻ ഇത്രേ ചിന്തിക്കുള്ളൂ, ബൈത്തുൻ യസ്കുനുഹു, എവിടെയും കിടക്കാൻ ഒരു വീട്, ഒരു ചാർത്ത്, അത്രയും മതി. സൗബുൻ യുവാരി ഔറത്തുഹു,
തന്റെ നാണം മറയ്ക്കാൻ ഏതെങ്കിലും ഒരു വസ്ത്രം, ഒരു കഷ്ണം പത്തിരി അത്താഴത്തിന്, അത്രേ ഉള്ളൂ. ഒരു ടെൻഷനും അവനില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ 5 സ്വഭാവ വിശേഷണങ്ങളുടെ കൂടെ 6ഉം 7ഉം 8ഉം കൂടി ചേർത്തുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വല്ലദീന ലാ യദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖർ. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയിൽ ഗൗരവത്തോടെ കൂടെ കാണാതെ പോകുന്ന 5 എണ്ണം ആദ്യം പറഞ്ഞു. 8 എണ്ണത്തിൽ ഈ 5 എണ്ണം പരിഗണിക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. ഇനി 3 എണ്ണം പറയാനുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുന്നവരാ. ആ 3 എണ്ണത്തിലൊന്ന്, അതായത് നമ്പർ അനുസരിച്ച് വരുമ്പോൾ 6ാമത്തേത്, അള്ളാഹുവിനെ ശിർക്ക് വെക്കാ. ഇത് സത്യവിശ്വാസി ചെയ്യൂല. നമ്മൾ ആ കാര്യത്തിൽ ഓക്കെ. പിന്നെയോ വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, കൊലപാതകം ചെയ്യൂല. ഒരു മനുഷ്യനെയും അനധികൃതമായി നമ്മൾ കൊല്ലുന്നില്ല, സത്യവിശ്വാസി ഇത് ചെയ്യൂല. 8ാമത്തേത് വലാ യസ്നൂൻ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, വ്യഭിചരിക്കൂല. സത്യവിശ്വാസി ഇത് ചെയ്യാറില്ല. ഈ 8 എണ്ണത്തിൽ അവസാനം പറഞ്ഞ 3 എണ്ണം സാധാരണക്കാരായ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ആദ്യം പറഞ്ഞ 5 എണ്ണം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് അള്ളാഹു അത് ശ്രദ്ധിക്കാനുള്ള ഗൗരവത്തിന് വേണ്ടി ആദ്യം ആ 5 എണ്ണത്തെ 8ൽ ആ 5നെ പ്രാധാന്യവൽക്കരിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു എന്ന് ഖുർആനിന്റെ ആയത്തുകളുടെ ഘടനയും അക്ഷരക്കൂട്ടങ്ങളും ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ വിനീതന് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു. അത് ഒരു വിഷയമായി അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചു. അള്ളാഹു നമുക്ക് കബൂലിയത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് ഈ ഇരുത്തവും കേട്ടതും പറഞ്ഞു നമുക്കൊരു സ്വാലിഹായ അമലായി കബൂലാക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.